ഇപ്പോൾ നിൽക്കുന്നത് കാർത്തികപുരത്താണ്. ഈ കാർത്തികപുരത്ത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ഒരു വോട്ടറോടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചോദ്യത്തിന് നമ്മുടെ സഹോദരൻ ഒരു ഉത്തരം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇരിക്കൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പട നയിച്ചവൻ മുഖ്യമന്ത്രിയാകട്ടെ, MP സ്ഥാനം കൊടുക്കുകയെന്ന് MP സ്ഥാനം ആൾക്കാർക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരാൾക്കും ഈ പുള്ളി KC വേണുഗോപാലിന് മാത്രം ഒരു എക്സ്ക്യൂസ് പാടില്ല. പുള്ളിക്ക് വേണ്ടി മാത്രം പ്രത്യേക പരിഗണന കൊടുക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ഇരിക്കൂർ സജീവ് ജോസഫാണ് ഞങ്ങളുടെ MLA. അദ്ദേഹം തന്നെ ഇവിടെ വരണം. അതല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടിയായിട്ട് ഞങ്ങൾ പോകും, പ്രതിഷേധം രേഖപ്പെടുത്തും. അതല്ലെങ്കിൽ KC വേണുഗോപാലിന് നേരത്തെ ഇരിക്കുന്ന അയാളുടെ MP സ്ഥാനം രാജിവെച്ചിട്ട്, ഞാനൊരു ഗ്രൂപ്പുകാരനല്ല, ഞാൻ പക്ക UDF-കാരനാണ്, കോൺഗ്രസ്സാണ്, UDF ആണ് എൻ്റെ കുടുംബം. അപ്പം അത് നേരത്തെ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ മനസ്സിൽ നമ്മുടെ സുധാകരൻ ഉണ്ടായിരുന്നു, അടൂർ പ്രകാശ് സംബന്ധ നേതാക്കന്മാരുണ്ടായിരുന്നു, അവരെല്ലാം മാറി നിന്നു. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്യേണ്ടത് MP സ്ഥാനം രാജിവെച്ചിട്ട് ഇവിടെ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു, അതായിരുന്നു ഡീസൻറ്റ്, അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ എല്ലാം 102 സീറ്റ് കിട്ടിയതിന് ശേഷം ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടണം എന്ന് അവകാശപ്പെടുന്നത് ശരിയല്ല. പുള്ളി ശരിയാണ്, UDF-ൻ്റെ ഹൈക്കമാൻഡിലുള്ള ആളാണ്, അംഗമാണ്, AICC ജനറൽ സെക്രട്ടറിയാണ്. ഇതെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, VD സതീശനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ഗവൺമെൻറ്റിൻ്റെ തേജോമായ ക്രൂരമായ ജനദ്രോഹ നടപടികൾക്കെതിരെ ഈ VD സതീശനും ഉണ്ടായിരുന്നുള്ളൂ, ഇവരെ ആരുമില്ലായിരുന്നു. ജനം മുഴുവനും VD സതീശന് അനുകൂലമാണ്. ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഈ നല്ല തിളക്കമാർന്ന ഒരു ജയം UDF-ന് സമ്മാനിച്ച ജനങ്ങളെ കൊണ്ട് തന്നെ തിരിച്ച് കൊഞ്ഞനം കുത്തിക്കാൻ ഇടവരുത്തരുത്.